കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ മരണം കേരളത്തിലെയും കർണാടകത്തിലെയും വ്യവസായ സാമൂഹിക രംഗങ്ങളെ ഒരുപോലെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. അതിസമ്പന്നനും വിജയിയും ഒരു സെലിബ്രിറ്റി പദവിയുമുള്ള വ്യവസായിയുമായി പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത എല്ലാവർക്കും അവിശ്വസനീയമായി തോന്നി. ആഡംബര വാഹനങ്ങളുടെ നീണ്ട നിര, ദുബായിലും ബാംഗ്ലൂരിലുമുള്ള കൊട്ടാര സദൃശ്യമായ വസതികൾ, ലക്ഷക്കണക്കിന് സോഷ്യൽ മീഡിയ ആരാധകർ, ഇങ്ങനെയൊരു ജീവിതം നയിച്ചിരുന്ന വ്യക്തിക്ക് പെട്ടെന്നെല്ലാം അവസാനിപ്പിക്കാൻ എന്തായിരിക്കും കാരണം? ഈ ചോദ്യം അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ ഉയർന്നു കേട്ടു. ബാംഗ്ലൂരിലെ കോർപ്പറേറ്റ് ഓഫീസിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് എന്ന വസ്തുത ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടി. ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് മരണകാരണമെന്നും കേന്ദ്ര ഏജൻസികൾ വ്യവസായികളെ വേട്ടയാടുകയാണെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ നിർണായകമായ ചില തെളിവുകൾ ഈ ദുരൂഹ മരണത്തിന്റെ പിന്നിലെ യഥാർത്ഥ ചിത്രത്തിലേക്ക് വെളിച്ചം വീശാൻ തുടങ്ങിയിരിക്കുന്നു. CJ റോയിയുടെ മരണത്തെക്കുറിച്ചുള്ള മുഴുവൻ സംവാദങ്ങളുടെയും വഴി തിരിച്ചുവിട്ടത് അദ്ദേഹത്തിന്റെ ഡയറി കണ്ടെത്തിയതോടെയാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലമുണ്ടായുള്ള പെട്ടെന്നുള്ള ഒരു കടുങ്കൈ എന്ന ആദ്യഘട്ടത്തിലെ നിഗമനങ്ങളെ ഈ തെളിവ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇതൊരു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഉറച്ച തീരുമാനമായിരുന്നു എന്ന് തെളിയിക്കുന്ന നിർണായക രേഖയായി അത് മാറി. മുൻ അഭിമുഖങ്ങളിൽ താൻ മരണത്തിന് തയ്യാറാണെന്നും താനില്ലാതെ ഭാര്യയ്ക്ക് കാര്യങ്ങൾ നോക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ വെളിപ്പെടുത്തലുമായി ചേർത്ത് വായിക്കുമ്പോൾ ഇത് കേവലം ഡയറിയിൽ കുറിച്ച ഒരു പദ്ധതിയല്ല, മറിച്ച് അദ്ദേഹം നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ചിന്തയായിരുന്നു എന്ന് വ്യക്തമാകുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 9 പേജുകളിലായി റോയ് തന്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. അതിലെ പ്രധാന ഉള്ളടക്കം ഇപ്രകാരമാണ്: മരണത്തിന് മാനസികമായുള്ള ഒരു തയ്യാറെടുപ്പ്, തന്റെ മരണം മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചതാണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പുകൾ ഇതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ ഫലമല്ലെന്ന് അടിവരയിടുന്നു. തന്റെ അഭാവത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ദീർഘകാല പദ്ധതികളും എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് വ്യക്തമാക്കുന്ന വിശദമായ നിർദ്ദേശങ്ങൾ ഡയറിയിലുണ്ടായിരുന്നു. ആർക്കൊക്കെയാണ് പണം നൽകാനുള്ളതെന്നും ഓരോരുത്തർക്കും നൽകേണ്ട തുകയും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. കമ്പനിയിൽ പണം നിക്ഷേപിച്ച വിശ്വസ്തരായ ആളുകളെ ഒരു കാരണവശാലും വഞ്ചിക്കരുതെന്ന് അദ്ദേഹം കർശനമായി ഉപദേശിച്ചു. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ റെയ്ഡിനിടെയുണ്ടായ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന വാദത്തിന്റെ മുനയൊടിഞ്ഞു. തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഉറപ്പിച്ച ശേഷം തന്റെ അഭാവത്തിൽ കാര്യങ്ങൾ എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് ആസൂത്രണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് ഡയറിയിലൂടെ വ്യക്തമായത്. ആ വെളിപ്പെടുത്തൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാക്കി. ഒരു വ്യവസായി ആദായ നികുതി റെയ്ഡിനിടെ മരിക്കുമ്പോൾ സ്വാഭാവികമായും സംശയത്തിന്റെ നിഴൽ ഉദ്യോഗസ്ഥർക്ക് നേരെ നീളും. കേന്ദ്ര ഏജൻസികളോടുള്ള പൊതുവായ രാഷ്ട്രീയ എതിർപ്പ് നിലനിൽക്കുന്ന കേരളത്തിലെയും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെയും സാഹചര്യങ്ങൾ ഇതൊരു വലിയ പ്രചാരണ ആയുധമായി മാറി. തുടക്കത്തിൽ റോയിയുടെ സഹോദരൻ ബാബു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് മരണത്തിന് ഉത്തരവാദികൾ എന്ന് ശക്തമായി ആരോപിച്ചിരുന്നു. കടബാധ്യതകളില്ലാത്ത സീറോ ഡെപ്റ്റ് ആയ ഒരു നിരപരാധിയായ വ്യവസായിയെ കേന്ദ്ര ഏജൻസികൾ പീഡിപ്പിച്ചു കൊന്നു എന്ന തരത്തിൽ വലിയ പ്രചാരണങ്ങൾ നടന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതുകയും കർണാടക സർക്കാർ ആദായ നികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും ബാംഗ്ലൂരു വിട്ടുപോകുന്നത് തടയാനും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തതോടെ വിഷയം കൂടുതൽ രാഷ്ട്രീയ മാനം കൈവരിച്ചു. എന്നാൽ ഡയറിയിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഈ ആരോപണങ്ങളെല്ലാം ദുർബലമായി. പൊതുവേദികളിൽ CJ റോയ് ഒരു വിജയ പ്രതീകമായിരുന്നു. ഏറ്റവും വലിയ സെലിബ്രിറ്റി ബിസിനസ്സുകാരിൽ ഒരാൾ, യുവതലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കർ, സോഷ്യൽ മീഡിയയിൽ 10 ലക്ഷത്തോളം ആരാധകരുള്ള താരം എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ. കോടികൾ വിലമതിക്കുന്ന ആഡംബര കാറുകളിലെ യാത്രയും ദുബായിലെയും ബാംഗ്ലൂരുവിലെയും കൊട്ടാര സദൃശ്യമായ വീടുകളും ഈ പ്രതിച്ഛായയ്ക്ക് മാറ്റുകൂട്ടി. റോയിയുടെ ബിസിനസ് കടരഹിതം അഥവാ സീറോ ഡെപ്റ്റ് ആണെന്ന പ്രചാരം വ്യാപകമായിരുന്നു. എന്നാൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ള വലിയ മുതൽ മുടക്ക് ആവശ്യമുള്ള ഈ മേഖലയിൽ ഈ മാതൃക അങ്ങേയറ്റം അസംഭവ്യമാണ്. ലഭ്യമാവുന്ന സാമ്പത്തിക രേഖകൾ പ്രകാരം പ്രചരിക്കപ്പെട്ട ആസ്തിയും യഥാർത്ഥ കണക്കുകളും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. 9,000 കോടി മുതൽ 17,000 കോടി വരെ ആയിരുന്നു പ്രചരിക്കപ്പെട്ട ആസ്തി. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആസ്തി ഏകദേശം 2039 കോടിയാണ് 2025 മാർച്ച് 30 പ്രകാരം കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് 154 കോടിയാണ് വരുമാനമുണ്ടായിരുന്നത്. ഈ കണക്കുകൾ പ്രകാരം കോൺഫിഡന്റ് ഗ്രൂപ്പ്, ശോഭ ഡെവലപ്പേഴ്സ്, പ്രസ്റ്റീജ് ഗ്രൂപ്പ് തുടങ്ങിയ ദേശീയ ഭീമന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു സ്ഥാപനമായിരുന്നില്ല, മറിച്ച് ഒരു റീജിയണൽ ബിൽഡർ ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് വലിയ തോതിൽ പരസ്യം സ്വീകരിച്ചിരുന്ന മാധ്യമങ്ങളാണ് ഈ പെരുപ്പിച്ച പ്രതിച്ഛായ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന പങ്കുവഹിച്ചത്. ഇത്തരം പ്രതിച്ഛായകൾ തകർന്നടിയുന്നത് ഈ മേഖലയിൽ ആദ്യമായില്ല. മുംബൈയിലെ HDIL കമ്പനിയുടെ വാദ്വാൻ സഹോദരന്മാരുടെ പതനം ഇതിന് സമാനമായ ഉദാഹരണമാണ്. സാമ്പത്തിക കണക്കുകൾക്കപ്പുറം CJ റോയിയുടെ വ്യക്തിപരമായ സ്വഭാവവും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മയും ഈ ദുരന്തത്തെ നിർണായകമാക്കി. അദ്ദേഹത്തിന്റെ മരണം ഒരു ദിവസത്തെ റെയ്ഡിന്റെ ഫലമായിരുന്നില്ല, മറിച്ച് മാസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന സമ്മർദ്ദത്തിന്റെ ക്ലൈമാക്സ് ആയിരുന്നു.
ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ദുബായിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടന്നിരുന്നു. അന്വേഷണവുമായി സഹകരിക്കാതിരുന്നതിനെ തുടർന്ന് കമ്പനി റെയ്ഡിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കേസ് പരാജയപ്പെട്ടു. ഈ നിയമ പോരാട്ടത്തിന്റെ തിരിച്ചടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ഓഫീസിലെത്തുന്നതിലേക്ക് നയിച്ചത്. പുറമേക്ക് കരുത്തനായി കാണപ്പെട്ടപ്പോഴും തന്റെ പ്രതിച്ഛായയ്ക്ക് ചെറിയൊരു കോട്ടം തട്ടുന്നത് പോലും സഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ചെറിയൊരു നെഗറ്റീവ് വാർത്ത കണ്ട് അദ്ദേഹം പരിഭ്രാന്തനായ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ പങ്കുവഹിക്കുന്നുണ്ട്. ആ വാർത്തയുടെ പേരിൽ അദ്ദേഹം ദുബായിൽ നിന്ന് ഉടൻ നാട്ടിലെത്തി. തനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് തെളിയിക്കാൻ ഒരു ഫോട്ടോഷൂട്ട് വരെ സംഘടിപ്പിച്ചു. ഇത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയുടെ സൂചനയായിരുന്നു. ഇത്രയും ചെറിയൊരു വിമർശനം പോലും താങ്ങാനാവാത്ത ഒരാൾക്ക് മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വന്ന ആദായ നികുതി വകുപ്പിന്റെ ഗൗരവമേറിയ അന്വേഷണത്തെ അതിജീവിക്കാനുള്ള മാനസിക കരുത്തുണ്ടായിരുന്നില്ല. താൻ സ്വയം ഊതി വീർപ്പിച്ച പ്രതിച്ഛായ എന്ന ബലൂൺ ഒരു ചെറിയ സൂചി കൊണ്ട് പൊട്ടാൻ പോകുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നുള്ള ഭീതിയും അത് തന്റെ അന്തസ്സും സൽപ്പേരും എന്നേക്കുമായി തകർക്കുമെന്നുള്ള ചിന്തയും അദ്ദേഹത്തെ കീഴടക്കി. ആ നാണക്കേട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ആ കടുത്ത തീരുമാനമെടുത്തു. സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വരുമെന്നുള്ള ഭയവും വ്യക്തിപരമായ ദുർബലതയും ചേർന്നപ്പോൾ അത് ഒരു ദുരന്തത്തിൽ കലാശിച്ചു. CJ റോയിയുടെ മരണം കേവലം ഒരു കേന്ദ്ര ഏജൻസിയുടെ പീഡനത്തിന്റെ കഥയല്ല, മറിച്ച് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാതെ കെട്ടിപ്പൊക്കിയ ഒരു ബിംബം തകർന്നപ്പോൾ ഉണ്ടായ വ്യക്തിപരമായ ഒരു ദുരന്തമാണ്. മാധ്യമങ്ങളും പബ്ലിക് റിലേഷൻസ് തന്ത്രങ്ങളും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ പ്രതിച്ഛായയുടെ ഭാരം താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ സംഭവം ഒരു വലിയ ഗുണപാഠം നൽകുന്നുണ്ട്. മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന പല ബിംബങ്ങളും ഒരുപക്ഷെ ഉള്ളിൽ പൊള്ളയായിരിക്കാം. പരസ്യത്തിന്റെ പിൻവലത്തിൽ കെട്ടിപ്പടുക്കുന്ന വിജയഗാഥകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. പരസ്യ വരുമാനത്തിന്റെ ബലത്തിൽ മാധ്യമങ്ങൾ